BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഫുഡ് ഫെസ്റ്റിവൽ ശ്രദ്ധേയമാകുന്നു. ബഹ്റൈൻ ഭക്ഷ്യമേളയുടെ 9ാം പതിപ്പ് ദിയാർ മുഹറക്കിലെ മറാസി ബീച്ചിലാണ് നടക്കുന്നത്. ഫെബ്രുവരി 7 ആരംഭിച്ച് ഫെബ്രുവരി 27 വരെ തുടരുന്ന ഫെസ്റ്റിവലിൽ 100-ലധികം റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, പ്രാദേശികവും രാജ്യാന്തരവുമായ ഹോസ്പിറ്റാലിറ്റി വെണ്ടർമാർ എന്നിവരുടെ പങ്കാളിത്തമുണ്ട്. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബ്രാൻഡഡ് ബർഗറുകൾ മുതൽ സ്വദേശി രുചികളിലുള്ള പാസ്ത, വൈവിധ്യമാർന്ന കോഫികളും ചായകളും വരെ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ലഭ്യമാണ്. ട്വിസ്റ്ററുകൾ, വിവിധതരം ഫ്രൈകൾ, ഷവർമകൾ, പിസ്സകൾ തുടങ്ങിയ ജനപ്രിയ രുചികൾ ഫെസ്റ്റിവലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജാപ്പനീസ്, ചൈനീസ്, ഇന്ത്യൻ ശൈലിയിലുള്ള പലഹാരങ്ങളും ഉൾപ്പെടെയുള്ള മധുര പലഹാരങ്ങളുടെ മനോഹരമായ ശേഖരവും ഇവിടെ ലഭ്യമാണ്. 20 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിവൽ വൈകിട്ട് 4 മണി മുതലാണ് പ്രവേശനം ആരംഭിക്കുക. മേളയോടനുബന്ധിച്ച് ബീച്ചിലെ വിവിധ ഭാഗങ്ങളിൽ ദീപാലങ്കാരങ്ങൾ, ലൈവ് ഷോകൾ, കുട്ടികൾക്കായുള്ള പ്രത്യേക പാർക്കുകൾ തുടങ്ങിയ വിവിധ വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ വർഷം സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്ത 10,31,035 കേസുകൾ. മന്ത്രാലയം ഇടപെട്ട കേസുകളിൽ അടിയന്തര പ്രതികരണങ്ങൾ ആവശ്യമുള്ളതും അഗ്നിശമന വിഭാഗവുമായും സമുദ്ര ഗതാഗതവുമായി ബന്ധപ്പെട്ടവയും ഉൾപ്പെടുന്നുവെന്ന് മന്ത്രാലയത്തിന്റെ അൽ-അമൻ മാസികയുടെ ഫെബ്രുവരി മാസത്തിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടന്നുവരുന്ന കേരളോത്സവം 2025ന്റെ ഭാഗമായുള്ള വനിതകളുടെ ഫിലിം സോങ്, ലൈറ്റ് മ്യൂസിക്, പുരുഷന്മാരുടെ ഫിലിം സോങ്, ലൈറ്റ് മ്യൂസിക്, ഇംഗ്ലീഷ് പ്രസംഗം തുടങ്ങിയ മത്സരങ്ങൾ 14-ാം തീയതി വെള്ളിയാഴ്ച സമാജം PVR ബാബുരാജ് ഹാളുകളിലായി നടക്കും. മുൻപ് നടന്ന മത്സരങ്ങളുടെ കൂടുതൽ ഫലങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. മലയാളം പ്രസംഗം 1-ാം സ്ഥാനം രാജു P. മാത്യു, 2-ാം സ്ഥാനം നിസാർ മുഹമ്മദ്, 3-ാം സ്ഥാനം അനീഷ് നിർമ്മലൻ. മലയാളം ഉപന്യാസം 1-ാം സ്ഥാനം ബിജു M. സതീഷ്, 2-ാം സ്ഥാനം ഫിറോസ് തിരുവത്ര, 3-ാം സ്ഥാനം അനിൽ കുമാർ C. പെൻസിൽ ഡ്രോയിങ് 1-ാം സ്ഥാനം സിത്താര ശ്രീധരൻ, 2-ാം സ്ഥാനം ഹരീഷ് മേനോൻ, 3-ാം സ്ഥാനം ബിജു M. സതീഷ്. പെയിന്റിംഗ് 1-ാം സ്ഥാനം ഹരീഷ് മേനോൻ, 2-ാം സ്ഥാനം ഹീര ജോസഫ്, 3-ാം സ്ഥാനം ബിജു M. സതീഷ്. നാടൻ പാട്ട് ഫീമെയിൽ 1-ാം സ്ഥാനം നിത്യ റോഷിദ്, 2-ാം സ്ഥാനം സ്വാതി കൃഷ്ണ, 3-ാം സ്ഥാനം വിദ്യ വൈശാഖ്. നാടൻപാട്ട് മെയിൻ വിഭാഗത്തിൽ 1-ാം സ്ഥാനം ആദിത് സുധീർ മേനോൻ, 2-ാം സ്ഥാനം ഷിജിത്ത് ഫറൂഖ്, 3-ാം സ്ഥാനം ഷിബു ജോൺ എന്നിവരും കരസ്ഥമാക്കി. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ നടത്തുന്ന തണലാണ് കുടുംബം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി റിഫ ഏരിയ സർഗസംഗമം സംഘടിപ്പിച്ചു. റൌഫ് കരുപ്പുടുന്ന വിഷയം അവതരിപ്പിച്ചു സംസാരിച്ചു. സമൂഹത്തിന്റെ കെട്ടുറപ്പിനും ധാർമ്മികമായ ജീവിതശൈലിക്കും കുടുംബജീവിതം ഒരു പ്രധാന ഘടകമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. PM അഷ്റഫ് മുഖ്യ പ്രഭാഷണം നടത്തി. നൌഷാദ് ബഷീർ PM, ഫസലുർ റഹ്മാൻ പൊന്നാനി, ഫൈസൽ ഷമീർ, റഹീം മുഹമ്മദ് റഫീഖ് എന്നിവർ ഗാനം ആലപിച്ചു. സുഹൈൽ റഫീഖിന്റെ നേതൃത്വത്തിൽ സംഘഗാനം അവതരിപ്പിച്ചു. സജീർ കുറ്റ്യാടി കവിതാ പാരായണം നടത്തി. ഷരീഫ് കായണ്ണ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നസീം സബാഹ് ഖുറാനിൽ നിന്നും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് മൂസ K. ഹസൻ സമാപന പ്രഭാഷണം നടത്തി. ഷാഹുൽ പരിപാടിയുടെ അവതാരകനായിരുന്നു. IYCC ബഹ്റൈൻ ഗുദൈബിയ ഹൂറ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധീരരക്തസാക്ഷി ഷുഹൈബ് എടയന്നൂർ സ്മാരക വിദ്യാനിധി സ്കോളർഷിപ്പ് വിതരണം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ IYCC ബഹ്റൈൻ സൽമാനിയ ഏരിയ സെക്രട്ടറി മുഹമ്മദ് റജാസ് സന്നിഹിതനായിരുന്നു. ഷുഹൈബിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഏറ്റെടുത്ത ഒരു കുടുംബത്തിലെ 4 വിദ്യാർത്ഥികൾക്കാണ് പഠന സ്കോളർഷിപ്പ് നൽകുന്നത്. സ്കോളർഷിപ്പ് സംസ്ഥാന പ്രസിഡന്റിൽ നിന്ന് മട്ടന്നൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജിതിൻ കൊളപ്പ ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികൾക്ക് വീട്ടിലെത്തിച്ച് നൽകുന്നതാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി കുടിയാട്ട്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്, രാഹുൽ വെച്ചൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ലേബർ ക്യാമ്പിൽ കഴിയുന്ന 42ഓളം വരുന്ന തൊഴിലാളികൾക്ക് SKSSF ബഹ്റൈൻ വിഖായ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകി. SKSSF ബഹ്റൈൻ ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ, വൈസ് പ്രസിഡന്റ് സജീൻ പന്തക്കൽ, ഓർഗനൈസിംഗ് സെക്രട്ടറി മോനു മുഹമ്മദ്, വിഖായ അംഗങ്ങളായ അബ്ദുൾ റൌഫ്, ഫിർദൌസ് ജസീർ വാരം, സലീഫ് കുറ്റ്യാടി എന്നിവർ വിതരണക്കാർക്ക് നേതൃത്വം നൽകി. ബഹ്റൈൻ മലയാളി സ്വീറ്റ് വാട്ടർ കൂട്ടായ്മ ഹർക്കുലിയ വിരുന്ന് 2025 സീസൺ സ്നേഹ സംഗമം മുഹറക് റഷീദ് അൽസയാനി മജ്ലിസ് ഹാളിൽ പൊതുപരിപാടിയോടെ സംഘടിപ്പിച്ചു. ഹർക്കുലിയ ഫെസ്റ്റ് സംഘാടക സമിതി ചെയർമാൻ MK അബ്ദുൾ റഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ സംഘാടക സമിതി കൺവീനർ ഖലീൽ ആലമ്പാടി സ്വാഗതം പറഞ്ഞു. ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈനിലെ വിവിധ സാമൂഹ്യ സംഘടനകളെ പ്രതിനിധീകരിച്ച നേതാക്കളായ സുബൈർ കണ്ണൂർ, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, സലീം തളങ്കര, ചെമ്പൻ ജലാൽ, മണി മാങ്ങാട്, സുനിൽകുമാർ, KT സലീം, അസൈനാർ കളത്തിങ്കൽ, KP മുസ്തഫ, അഹമ്മദ് കബീർ, PK ഹാരിസ്, റിയാസ് പട്ല എന്നിവർ സംസാരിച്ചു.
കൈമുട്ടിപ്പാട്ട്, ഒപ്പന, നാടൻപാട്ട്, കമ്പവല്ലി മത്സരം, കുട്ടികൾക്ക് ഫൺ ഗെയിം തുടങ്ങി വിവിധതരം കലാപരിപാടികൾ അരങ്ങേറിയ ചടങ്ങിൽ കുടിവെള്ള വിതരണ രംഗത്ത് 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട സീനിയർ പ്രവർത്തകരെ ആദരിച്ചു. സ്വീറ്റ് വാട്ടർ കൂട്ടായ്മയുടെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഫണ്ട് ഉദ്ഘാടനം സാമൂഹിക പ്രവർത്തകൻ ഷാഫി പാറക്കട്ടിൽ നിന്ന് സുലൈമാൻ തളങ്കര സ്വീകരിച്ചു. ടി ഹാർക്കുലിക മെമ്പർമാരായ അബ്ബാസ് പെരുമ്പള, മൊയ്തു ടി പി, ഷാഫി സിദ്ദീഖ് തുടങ്ങിയവർ നന്ദി പറഞ്ഞു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ തടവിൽ കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന കേസ് വൈകുന്നു. കേസ് പരിഗണിക്കുന്നത് 8ാം തവണയും റിയാദ് കോടതി മാറ്റിവെച്ചു. സൗദി സമയം ഇന്നലെ 11:30 റിയാദ് ക്രിമിനൽ കോടതി കേസ് പരിഗണിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ കേസ് പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തി. പെൻസിൽവാനിയ അവന്യൂവിലുള്ള ബ്ലെയർ ഹൗസിലെത്തിയ മോദിയെ ഇന്ത്യൻ പ്രവാസി സമൂഹം ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം മുഴക്കിയും വന്ദേമാതരം ചൊല്ലിയുമാണ് സ്വീകരിച്ചത്. എക്സിലൂടെയാണ് മോദി അമേരിക്കയിലെത്തിയ കാര്യം അറിയിച്ചത്. യുഎസിലെത്തിയ മോദി ആദ്യം നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡയുമായാണ് ചർച്ച നടത്തിയത്. കേരളത്തിൽ ഇന്നും നാളെയും സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയും കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ ഇന്നത്തെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.